മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കുട്ടത്തിനെതിരായ SITയുടെ കസ്റ്റഡി അപേക്ഷ അല്പസമയത്തിനകം തിരുവല്ല കോടതി പരിഗണിക്കും. രാഹുലിന്റെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലുണ്ട്. AV ജയശങ്കർ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. AV ജയശങ്കർ, കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ പരിഗണിക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? അതായത് ശ്രുതി 3 മണിക്ക് കോടതി വീണ്ടും ചേരുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. SIT രാഹുൽ മാങ്കുട്ടത്തിന് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്ന നിലപാട് കോടതിയിൽ സ്വീകരിക്കും. രാഹുലുമായി വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്താനുണ്ട്. ഒപ്പം രാഹുൽ മാങ്കുട്ടത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യാനുണ്ടെന്ന് കോടതിയെ അറിയിക്കാനാണ് നിലവിൽ SIT സംഘം തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും രേഖകളും ഒക്കെ തന്നെ SIT കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു. രാഹുലിനെതിരെ ചുമത്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഗൗരവം പരിശോധിക്കുമ്പോൾ ഈ ഒരു കേസിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്വാഭാവികമായും ഈ SITയുടെ കസ്റ്റഡിയിലേക്ക് 2-3 ദിവസത്തേക്ക് നൽകാനാണ് നിലവിലെ ഒരു സാധ്യത. SITയും അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, ഈ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളും സംബന്ധിച്ച ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയായതിനു ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം നടക്കുക. സ്വാഭാവികമായും കസ്റ്റഡി നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിക്കഴിഞ്ഞാൽ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. രാഹുൽ മാങ്കുട്ടത്തിന്റെ ജാമ്യം തള്ളും. സ്വാഭാവികമായും പത്തനംതിട്ട സെഷൻസ് കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും. എന്തായാലും 3 മണിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ കോടതിയിൽ തുറക്കും. രാഹുലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. പലതവണ രാഹുൽ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് ഇത് ആദ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. രാഹുൽ വലിയ പ്രതിരോധത്തിലുള്ളൊരു ഘട്ടമാണ്. തിരുവല്ല കോടതിയുടെ ഇന്നത്തെ നിലപാട്, തീരുമാനമൊക്കെ തന്നെ രാഹുലിനെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ്. എന്തായാലും അന്വേഷണ സംഘം കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് SIT ഉള്ളത്. രാഹുലിന്റെ അഭിഭാഷകനും ഇതുമായി ബന്ധപ്പെട്ട ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ കഴിഞ്ഞതിനു ശേഷം ജാമ്യവുമായി ബന്ധപ്പെട്ട വാദത്തിലേക്ക് കിടക്കും. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഈ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മുൻകാലങ്ങളിൽ ഇത്തരം കേസുകളുടെ പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ മജിസ്ട്രേറ്റ് കോടതികൾ ഇത്തരം കേസുകളിൽ അവിടെ നിന്ന് ജാമ്യം നൽകാറില്ല. മേൽക്കോടതികളെ സമീപിക്കാനുള്ളൊരു നിർദ്ദേശമാണ് പൊതുവിൽ നൽകാറുള്ളത്. എന്തായാലും 3 മണിക്ക് രാഹുൽ മാങ്കുട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷ, SIT നൽകിയ കസ്റ്റഡി അപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. രാഹുലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഇന്നത്തെ ഈ കോടതി മുറിയിലെ നടപടിക്രമങ്ങൾ. രാഹുലിനെതിരെ 3 ബലാത്സംഗ കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 3ാമത്തെ കേസിലാണ് കോടതി മുറിയിൽ ഇത്തരത്തിൽ SIT കസ്റ്റഡിയുമായി ചെല്ലുന്നത്. രാഹുലിനെ സംബന്ധിച്ച് പ്രധാനമാണ്. 3 മണിക്ക് കേസ് കോടതി പരിഗണിക്കും. 3 മണിക്ക് പരിഗണിക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. ഒപ്പം രാഹുലിന്റെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലുണ്ട്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.